കുടിച്ചിട്ട് ഉറങ്ങാം. ഇത് മോൾക്കും ഇത് അമ്മയ്ക്കും. ഇന്ദു 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 മാഡം, എന്റെ ഇന്ദു എന്നെ വിട്ടുപോയി. ഇന്ദു ഇന്ദു ശിവേട്ട, ഇനി ഈ മോൾക്ക് ശിവേട്ട മാത്രമേ ഉള്ളൂ. പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഇവളധികം സമയം ഇരിക്കില്ല. ഒരു മരണ വീടല്ലേ ഇത്. ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ മോളെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ.
ശിവേട്ട കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട, ഇവിടെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവര് നോക്കിക്കോളും. മോളെ വാങ്ങിക്കേ. ശരി. ശിവേട്ട, കുഞ്ഞിന്റെ എന്താവശ്യത്തിന് ഞങ്ങളെ വിളിക്കണം. എന്തിന് ഞങ്ങളുണ്ടാവും. പോ. വാ. ശിവരാമ, എനിക്ക് അത്യാവശ്യമായി മാഡത്തിനെ ഒന്ന് കാണണം. ഈ സമയത്തോ? ഇല്ല, അതൊന്നും നടക്കില്ല. എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ അടുക്കളയുടെ പുറകുവശത്തുണ്ട്. മാഡം വേഗം വന്നേ. ദേ, കാശിന് വല്ലതും ആണെങ്കിൽ ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കാം. ഇപ്പൊ ശിവരാമൻ പോവാൻ നോക്ക്. നന്ദനും സച്ചിയൊക്കെ വരാൻ സമയമായി. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും അത് നാളെ. മാഡം മാഡം വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വച്ച് ഇപ്പൊ ആത്മഹത്യ ചെയ്യും. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടേ മാഡം വേഗം ഇറങ്ങുന്നേ. എന്താടോ തന്നെന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശ്ശേ. അല്ല, ഇതെന്താ താനെന്തിനാ ഇതൊക്കെ കൊണ്ടുനടക്കുന്നത്? എനിക്കൊരു സമാധാനം ഇല്ല മാഡം. ഓ, തനിക്ക് സമാധാനം ഇല്ലാത്തിന് താൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്താ കാര്യം? ഞാനെന്താ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ? എന്റെ ഇന്ദു എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോയതല്ല, ഞാൻ പറഞ്ഞയച്ചതാ. അത് നിങ്ങൾ കാരണോ? നിങ്ങളുടെ മുന്നിൽ തീ കൊളുത്തി മരിക്കാൻ തന്നെയാ വന്നത്. എനിക്കിങ്ങനെ കുറ്റബോധം കൊണ്ട് ജീവിക്കാനും പറ്റത്തില്ല. ശ്ശേ, താൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കിനി ജീവിക്കണ്ട. ശ്ശേ. ഡോ. ഇടോ. വീട്ടിടോ. ശ്ശേ. ഇടോ. വിട്. ദേ, ശിവരാമ, വെറുതെ വേഷം കെട്ട് ഇറക്കരുത്. ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ. അതിനു പകരം താൻ എന്താ ചെയ്തേ? തന്റെ പിടിപ്പേട് കൊണ്ട് തന്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എന്റെ നിലയെ കൊണ്ട് വെക്കുന്നേ? ചെയ്യാൻ പറ്റാത്ത കാര്യം ഏറ്റെടുക്കരുത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് താൻ ഒരുത്തനാ. എന്നിട്ടിപ്പം അതിന് ഉത്തരവാദി ഞാനാണെന്ന്. ഒന്നുകിൽ ഇതോടെ ഞാനും സ്വയം ഇല്ലാതാകും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടേ എല്ലാം ഞാൻ തുറന്നു പറയും. എന്നിട്ട് കീഴടങ്ങും. ആദ്യത്തേന് മേഡം സമ്മതിക്കാത്ത സ്ഥിതിക്ക് രണ്ടാമത് ഞാൻ പറഞ്ഞത്, അതായത് പോലീസിലെല്ലാം പറയുന്നുള്ളത്, അത് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് 25 ലക്ഷം രൂപ മേഡം ഇപ്പൊ തരണം. ഞാൻ എല്ലാം പറഞ്ഞല്ലേ മേഡത്തിന് അറിയാലോ. മേഡം കൂട്ടുപ്രതിയാ. ശിവരാമ, തന്റെ ഭാര്യ മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ആ വിഷമത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന 25 ലക്ഷം രൂപയുടെ വിലയില്ല. ഇതും പറഞ്ഞ് എന്നെ അകത്താക്കാനാ താൻ നോക്കുന്നെങ്കിൽ അത് നടക്കില്ല. താൻ പറയുന്നൊന്നും തെളിയിക്കാൻ തന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്റെ പണവും സ്വാധീനവും വെച്ച് ഞാനങ്ങ് ഊരിപ്പോരും. കാര്യങ്ങളൊക്കെ പുറത്തെല്ലാരോടും പറഞ്ഞ നീയേ അകത്താവാൻ പോകുന്നെ. നീ മാത്രം. ഭാര്യ ചത്ത് ചെതയണഞ്ഞില്ല, അതിനുമുമ്പ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. ദേ ശിവരാമ,
ഭാര്യ മരിച്ചെങ്കിൽ പകരം കുറെ ഭാര്യമാരെ നിനക്ക് കിട്ടും. ഓവർ സ്മാർട്ടായി എല്ലാരോടും പറയാൻ നിന്നാ നിന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലാവും. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കൂടെ നിന്ന് തന്നെ രക്ഷിക്കും. അതല്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടും. ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാ ഞാൻ. എന്റെ ഈ കൈ കൊണ്ടാ എന്റെ ഇന്ദു. എന്തു പറ്റി ശിവേട്ടാ? ശിവേണ്ട എന്താ ഇവിടെ? എനിക്കൊന്നും അറിയില്ല. വീട്ടിലിരുന്നപ്പോഴേ ഒരു സമാധാനവും കിട്ടാതെ ഭ്രാന്തായി അങ്ങനെ ഇറങ്ങി നടന്നതാ. എനിക്കറിയില്ല എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്. എനിക്ക് മനസ്സിലാവും ശിവേണ്ട അവസ്ഥ. ഇന്ദു ചേച്ചിയുടെ മരണം ശിവേണ്ണെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ആ തകർച്ചയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇന്ദു ചേച്ചി എന്തിനിങ്ങനെ ഒരു കടുങ്ക ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ. ശിവേട്ടന്റെ ചില നേരത്തുള്ള പെരുമാറ്റങ്ങൾ ചേച്ചി വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ശിവേട്ടൻ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. ശിവേട്ടൻ വാ വാ വാ. വാ കേറിക്കോ, കേറി ശിവേട്ട. വേണ്ട. ശിവേട്ടനെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശിവേട്ടാ, ശിവന് എന്താ പറ്റിയ? എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ അതിന് പരിഹാരം കാണാം. അത് മാഡം, ഞാൻ ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ. അതിന് പകരം താൻ എന്താ ചെയ്തേ? തന്റെ പിടിപ്പേട് കൊണ്ട് തന്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വയ്ക്കുന്നേ? ശിവേട്ടാ, എന്ത് പ്രശ്നമായാലും ശിവേണ്ണത് എന്നോട് പറയ. ഒന്നുമില്ല. ശിവേണ്ണ എന്താ പറ്റിയെന്ന് അറിയില്ല സച്ചേട്ടാ.
എന്തോ ഭ്രാന്തമായ അവസ്ഥയില്ല ശിവേണിപ്പോ. എനിക്ക് തോന്നുന്നത് ഇന്ദു ചേച്ചിയുടെ മരണം ശിവേണിനെ വല്ലാതെ തകർത്തിട്ടുണ്ടാവുന്ന. ഇന്ദു ചേച്ചി എന്തിനാ സൂയിസൈഡ് ചെയ്തെന്ന് പുള്ളി പറഞ്ഞോ? ഇല്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ചേട്ടനുണ്ടായിരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. എന്റെ പേടി അതല്ല, ആ കുഞ്ഞിനെ ഓർത്താ. ശിവേണ്ണ ഇങ്ങനെയായ ആരാ കുഞ്ഞിനെ നോക്കുന്നേ? ഞാൻ നോക്കിക്കോളാന്നു പറഞ്ഞിട്ട് അത് സമ്മതിച്ചുമില്ല. ചുരുക്കി പറഞ്ഞ അത് അവരുടെ കുടുംബകാരിയാ. നമ്മൾ തലയിടാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ ആ കുഞ്ഞിനെ ഓർത്ത് താൻ വേവലാതിപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കതിലൊന്നും ചെയ്യാനില്ല. അയാളുടെ ജീവിതം, അയാളുടെ കുഞ്ഞ്, അയാളുടെ കുടുംബം. അതൊക്കെ അറിയാം. എങ്കിലും ആ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇന്ദുശേഷിയുടെ മരണത്തോടെ ശിവേട്ടൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാ. അത്രയും സ്നേഹിക്കുന്ന ഒരാള് വിട്ടുപോകുമ്പോ തകർന്ന് തരിപ്പണമാവും. അതിന് മരിക്കണമെന്നൊന്നുമില്ല. സ്വയമേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാലും അങ്ങനെ തന്നെയാ. മരണത്തിന്റെ വേർപാട് വല്ലപ്പോഴും വന്ന് വേട്ടയാടുമ്പോൾ ബന്ധത്തിൽ നിന്നുള്ള വേർപാട് എപ്പോഴും നീറി നീറി ഇങ്ങനെ കിടക്കും. ശിവേട്ടൻ ഇന്ദുവെച്ചെ അത്ര ഇഷ്ടമായിരുന്നിരിക്കണം. അതാ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. കൂടെ കുഞ്ഞുണ്ടായിട്ടും ഭാര്യ പോയപ്പോ അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെക്കാളും ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. 6 മാസങ്ങൾക്ക് ശേഷം എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും. ഇതിനേക്കാളും മോശമാവുന്നെങ്കിലേ ഉള്ളൂ. അർച്ചനെ, അർച്ചനെ, എന്താ അടുത്തേ? മാലുമോള് വല്ലാതെ കരയുന്നു. അവക്ക് ശ്വാസം മുട്ടുന്നു തോന്നുന്നത്. നീ വേഗം മരുന്നെടുത്തിട്ട് വാ. ആ, എടുത്ത് കുഞ്ഞിനെ അടുക്കളയിലേക്ക് കൊണ്ടുവാ, ഞാൻ ദേ വരുന്നു. കരയില്ലേ കരയില്ലേ. പൊട്ടെ പൊട്ടെ പൊട്ടെ. ഓ വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ
നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല ഏട്ടത്തി. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? അത് മോള് കുറെ നേരമായിട്ട് ഭയങ്കര കരച്ചില്. എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ഇപ്പൊ മീരടുത്ത് ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കാം. ആ ഹ. അപ്പൊ ഞാൻ കരുതിയതുപോലെ തന്നെയാ കാര്യങ്ങൾ. നിന്നെ പറ്റിച്ച് മോളെ അർച്ചനയുടെ അടുത്തേക്ക് കൊണ്ടുപോയതാ മീര. സംശയം ഉണ്ടെങ്കിൽ നീ താഴെ പോയി നോക്ക്. ചെല്ല്.